ഹലോ ഗെയ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. CSRFിൻ്റെ വീഡിയോകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പാർട്ടായിട്ടാവും വീഡിയോ ചെയ്യുക. ഓക്കെ, CSRF ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി എന്നാണ് CSRFിൻ്റെ ഫുൾ ഫോം. വാസ്പ് ടോപ്പ് 10 പെടുന്നതാണ് CSRF. ഓക്കെ, ഇത് എങ്ങനെ വെച്ചാൽ നമ്മളൊരു HTML കോഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. അത് വൾണറബിളായ വെബ്സൈറ്റ് ആണെങ്കിൽ ആ HTML കോഡ് ഉപയോഗിച്ച് നമ്മൾ വിക്ടിമിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓല അവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ്, യൂസർ നെയിം, ചിലപ്പോൾ പ്രൊഡക്റ്റ് പോലെ ID ഓരോ കാർട്ടിക്ക് ചിലപ്പോൾ സേവ് ആവും, ചിലപ്പോൾ അത് വാങ്ങാം. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് CSRFന്. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചുണ്ടാവുള്ളൂ ഈ ഒരു വീഡിയോ. പിന്നെ ആ ഒരു മെറ്റാസ്പ്ലോയിറ്റബിൾ ടൂൾ എന്ന് പറഞ്ഞാൽ വൾണറബിൾ മെഷീൻ ചെയ്യുന്ന വീഡിയോയും ചെയ്യാം, അതേപോലെ കാർട്ടിക്ക് ആഡ് ചെയ്യുന്ന വീഡിയോയും ചെയ്യാം. അപ്പോൾ ഒരുവിധം മനസ്സിലാവും. ക്യാമറ എന്തെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കതിനായിട്ട് വെബ്സ്യൂട്ടിൻ്റെ സഹായം വേണം. അല്ലാതെയും ചെയ്യാം കേട്ടോ, വെബ്സ്യൂട്ട് ഇല്ലെങ്കിലും ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു HTML കോഡ് നിശ്ചയുണ്ടായാൽ മതി. ഞാൻ വെബ്സ്യൂട്ട് ഒന്ന് തപ്പട്ടെ. ആക്കട്ടെ, വെബ്സ്യൂട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇത് പ്രോ വെർഷനിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പ്രോ വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണ വീഡിയോ ഒക്കെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. പിന്നെ സെക്കൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. റെഡ്മി TXT ഈ ഒരു ഫയൽ നമുക്ക് കാണണം. ഓക്കെ, ഇതിൽ നമുക്ക് ലോഡ് ചെയ്യേണ്ട ഫയൽ ഈ ഒരു ഫയലാണ്, ഈ ഒരു നെയിമാണ്. ജസ്റ്റ് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തു, ഇതിവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ തന്നെ വെബ്സ്യൂട്ട് ഒരു വിധമാവും. ഇത് ബാക്കെൻഡ് റൺ ആയിക്കോട്ടെ. ഇതിൽ ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, അത് കളയുക. നെക്സ്റ്റ് അടിച്ച് വിടുക. ഇവിടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ട് വെബ്സ്യൂട്ട്. ഓക്കെ, നമ്മൾ ടാർജറ്റിൽ പ്രോക്സി പോവുക. ഇൻ്റർസെപ്റ്റ് ഓൺ ആണ്. അതേപോലെ ഫയർഫോക്സിൽ ഇത് തമ്മിൽ കോൺഫിഗർ ചെയ്യണം കേട്ടോ. അതിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്, അത് നോക്കാം. ഞാൻ അത് ഓഫ് ആക്കട്ടെ. പ്രോക്സി ഓൺ ആയിട്ട് ഇട്ടേനെ, ഇത് ഓഫ് ആക്കട്ടെ. ആവശ്യം വരുമ്പോൾ ഓണാക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ലോഗിൻ പേജിലാണ്. ഒരു URL ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു പേജിൽ എൻ്റെ ഒരു വിക്ടിം അറിയാതെ തന്നെ അവനെ ലോഗ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, എനിക്കതിൻ്റെ ഇതിൻ്റെ പാസ്വേഡ് ഒന്നും അറിയില്ല. പക്ഷേ അവൻ്റെ അഥവാ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യിപ്പിക്കാം. ഈ ഒരു മെത്തേഡാണ് അതിൽ ഉപയോഗിക്കുന്നത്. നമ്മളറിയാതെ നമ്മളെ അറ്റാക്കർ വിക്ടിമിനെ അറിയാതെ, ഓക്കെ, വിക്ടിമിന് ഒന്നും അറിയില്ല, ജസ്റ്റ് സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുമ്പോഴത്തേനും അവിടെ ചേഞ്ചസ് വരും. അത് മാത്രം മനസ്സിലാക്കിയാൽ ഇത്. ഓക്കെ, ഞാൻ ഇവിടെ പാസ്വേഡ് ആഷിന്ന് കൊടുത്തു, യൂസർ നെയിം ആഷിന്ന് കൊടുത്തു. ഓക്കെ, കൊടുത്തു. ഞാൻ ഇവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ലോഗിൻ അടിച്ചുക. ഇൻ്റർസെപ്റ്റ് ഓൺ ആയിട്ടില്ല. ഓണാണല്ലോ. ഓ, ഞാൻ പ്രോക്സി ഓൺ ആക്കിയിട്ടുണ്ടായില്ല. സോറി ഗൈസ്. ഓണാക്കി, ലോഗിൻ കൊടുത്തു. ഇനി നമുക്ക് എവിടെയാണ് ഈ ആ ഒരു പാസ്വേഡ് വരുന്നത് നോക്കണം. ഇത് ഫോർവേഡ് ചെയ്യുക. ആക്കട്ടെ, പാസ്വേഡ് ഇതാ കിടക്കണം ഇവിടെ. അശ്വിൻ അതിനെല്ലാം നമ്മൾ പാസ്വേഡ് എടുത്തതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എൻഗേജ്മെൻറ്റ് ടൂൾ ഇറങ്ങിയ ഒരു ഇതുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഞെക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എൻഗേജ്മെൻറ്റ് ടൂൾ ഉണ്ട്. ഇതിൽ ജനറേറ്റ് CSRF POC ഈ ഒരു ഇതെടുക്കുക. എന്നിട്ട് ഈ ഒരു ടെസ്റ്റ് നമുക്ക് കോപ്പി ചെയ്യണം. ഇവിടെ കോപ്പി HTML എന്നുണ്ട്, അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. നമ്മൾ ഇതൊക്കെ ആവശ്യമില്ല, ഇതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്തിടാം, അല്ലെങ്കിൽ അത് ബാക്ക് അടിച്ച് പോവാം. ഓക്കെ, നമുക്ക് ഇതൊരു ഓഫാക്കിട്ടോ. ഓഫാക്കി കഴിഞ്ഞാൽ ഇതെന്താ കാണിക്കാമെന്ന് നോക്കണമല്ലോ. ഓഫാക്കി
സ്യൂട്ട് ഓഫ് ആകാം. ഇൻറ്റർസെപ്റ്റ് ഓഫ് ആക്കിയിട്ടാൽ മതി, അത് ഓഫ് ആയിക്കോളും. കണ്ടോ, ഇങ്ങനെ ഒരു റോങ് യൂസർ നെയിം DDDF എന്നാണ് കാണിക്കരുത്. അപ്പോൾ നമ്മളതിൽ HTML കോഡ് ഉണ്ട്, ഇതൊന്നും ആവശ്യമില്ല. ഇനി ഞാനൊരു HTML ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. HTML ഫയൽ ഇവിടെ ഞാനൊരു CSRF എന്ന് കൊടുത്തു, വെറുതെ കേട്ടോ. ഇതുകൊണ്ട് എന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ അതേപോലെ യൂസറിൻ്റെ ഇതിക്ക് നമുക്ക് ആർട്ടിക്ക് ആഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് വെച്ച് നടക്കും. നമുക്ക് ഇതിലൊന്ന് നോക്കി പഠിക്കാം, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാകാം. ഈ ഒരു എഡിറ്റർ എനിക്ക് ഇഷ്ടമല്ലാത്ത എഡിറ്റർ, VS കോഡ് എഡിറ്റർ എടുക്കാം. ഓക്കെ, ഞാനത് ഫുള്ളായിട്ട് കളയാൻ. നമ്മളവിടെ കോപ്പി ചെയ്ത സാധനം എടുത്തു, ഇങ്ങനെ ഒരു ഇതിലാവും കിടക്കുക. ഈ ഒരു സാധനം സേവ് ചെയ്യാം, സേവ് ആസ് എന്ന് കൊടുക്കുക, സേവ് ചെയ്യാം. കയ്യിൽ തന്നെ മതി, അപ്പോൾ സേവ് കൊടുത്തു, റീപ്ലേസ് കൊടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ ഇതിൽ ലോഡാക്കുകയാണ്. ഏത് നമ്മളെടുത്ത് HTML ഈ ഒരു സാധനം ഞാൻ ഇവിടേക്ക് കൊണ്ടിട്ടു. ഞാൻ എൻ്റെ ടീമിനെ അയച്ചു കൊടുക്കണം. ഓക്കെ, എന്തോ ഒരു പ്രശ്നം ഇടറുണ്ട്. ഓക്കെ, ഈ ഫയൽ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ, എന്താ നോക്കാം നമുക്ക്. അത് കോപ്പി ചെയ്തതിൽ എന്തോ പ്രശ്നമാണ്. മറ്റേത് കറക്റ്റാണ്, ഞാൻ നേരത്തെ ചെയ്തത്. HTML എന്തോ ടാഗ് അവിടെ പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്, നോക്കാം നമുക്ക്. ഇവിടെ ഒരു എന്തോ പോയിട്ടുണ്ട്, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നോക്കാം. ഓക്കെ, നമ്മൾ .html എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, അതാവും. നോക്കാം നമുക്ക്. സേവ് ആസ് കൊടുത്തു, CSRF വെറും CSRF എന്ന് എഴുതിയിട്ടുള്ളൂ. .html ഓക്കെ, ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും. .html CSRF HTML ഒന്നും വന്നിട്ടില്ല, അതാണ് നമുക്കുണ്ടായ ഇഷ്യൂ. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത് വെച്ചാണ്, അപ്പോൾ ടൈം വെറുതെ കളയണ്ടല്ലോ. ഈ ഒരു സാധനമായിട്ടാവും വരിക, .html വെച്ചിട്ടാവും വരിക. ഞാൻ അത് ജസ്റ്റ് ഇതിക്ക് വേണ്ടി കോപ്പി ചെയ്തു, ഇതിക്കിട്ടു.
ആയി കിട്ടും. അപ്പോൾ എനിക്ക് സബ്മിറ്റ് ഇറങ്ങിയൊരു ഇത് വന്നു. എനിക്കറിയില്ല ഇതെന്താണ്. ഞാൻ അത് നെക്കും. കണ്ടോ, റോങ് യൂസർ നെയിം അവിടെ കാണിച്ച പോലെ തന്നെയല്ല ഇവിടെയും കാണിക്കുന്നത്. ഇതേപോലെയാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത് ചെയ്യണത് ആണെന്ന്. ഇതിൽ യൂസർ നെയിം കയറി നെക്കിന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അതേപോലെ ഒരാളെ കാട്ടിക്കും. ഒരു ഷോപ്പിംഗ് സൈറ്റ് ആണെങ്കിൽ അയാളെ കാട്ടിക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ അത് ടേക്ക് ഓവർ ചെയ്യാം, അക്കൗണ്ടായിട്ട് ടേക്ക് ഓവർ ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത് വെച്ച് നടക്കും. അപ്പോൾ കറക്റ്റ് കുറച്ച് വീഡിയോയും കൂടി ഇതിൻ്റെ ചെയ്യാം, അപ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ബൈ ഗൈസ്.